ഇപ്പോൾ കർണാടകയിൽ വളരെയധികം വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ആളുകൾ മുസ്ലിംസ് നിസ്കരിച്ചു എന്നുള്ളൊരു വാർത്ത. എന്നാൽ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പുറത്തു നിന്ന് നിസ്കരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ നല്ല അടിപൊളി സൗകര്യം എയർപോർട്ട് അതുവരെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ലോഞ്ചിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഉള്ള സ്റ്റെയറിൽ നമ്മൾ ജസ്റ്റ് കയറിയാൽ നമുക്ക് എത്തിപ്പെടാവുന്നതാണ് ഈ മൾട്ടി ഫെയ്ത്ത് പ്രയർ ഹാള്. ഇവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനും അതുപോലെ പുരുഷന്മാർക്ക് നിസ്കരിക്കാനൊക്കെ നല്ല അടിപൊളി സെറ്റപ്പ്, അതുപോലെ വുളു എടുക്കാനൊക്കെ എല്ലാ സൗകര്യവും ഈ ഒരു ഏരിയയിൽ ഉണ്ട്. അങ്ങനെ ഇരിക്കാൻ നമുക്ക് പുറത്ത് വെച്ച് നിസ്കരിക്കേണ്ട ഒരാവശ്യവും ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് നമുക്ക് വരുന്നില്ല. ഇവിടെ നിസ്കരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ ഉറങ്ങാൻ പറ്റുന്ന എന്നുള്ള ബോർഡൊക്കെ ഉണ്ട്. അതുപോലെ നിസ്കരിക്കാനുള്ള തൊപ്പി കാര്യങ്ങൾ എല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വുളു എടുക്കണമെങ്കിൽ തൊട്ടടുത്തായിട്ട് തന്നെ ഇരുന്നു കൊണ്ട് വുളു എടുക്കാനുള്ള നല്ല അടിപൊളി സൗകര്യം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് നിന്ന് നിസ്കരിക്കേണ്ട ഒരു ആവശ്യമില്ല. അതൊക്കെ ആളുകളിലേക്ക് കൂടുതലായി എത്തിക്കാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് ഇങ്ങനെ പുറത്ത് നിന്ന് നിസ്കരിക്കുന്നതിനൊക്കെ വരുന്നത്. ഇത് മുസ്ലിംസിന് മാത്രമല്ല, ഹിന്ദുസിനും അതുപോലെ സിഖ് എല്ലാ മതക്കാർക്കും ഇവിടെ വന്നിരുന്ന് അവർക്ക് ചെയ്യേണ്ട പ്രാർത്ഥനകളെല്ലാം നിർവഹിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. ഇത്തരം സൗകര്യങ്ങൾ പ്രധാനമായിട്ടും യൂട്ടിലൈസ് ചെയ്യുക മുസ്ലിംസാണ്. യാത്രയിലൊക്കെ വളരെ എളുപ്പത്തിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ജമ്മു കശ്മീരിലേക്ക് നിസ്കരിക്കാനുള്ള നല്ലൊരു ഫെസിലിറ്റിയാണ് ഈ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലോഞ്ചിന് അടുത്തായിട്ട് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ അത്തരം സൗകര്യങ്ങൾ യൂസ് ചെയ്യുക, പുറത്തുനിന്നൊക്കെ നിസ്കരിക്കുന്ന പരമാവധി അവോയ്ഡ് ചെയ്യുക. സൗകര്യങ്ങൾ ഉള്ളിടത്തു നിന്ന് നല്ല അടിപൊളിയായി നിസ്കരിക്കുക. അത് നമ്മൾ കണ്ടെത്തിയാൽ ഏത് എയർപോർട്ടിലാണെങ്കിലും അത് ജസ്റ്റ് ഒന്ന് നമ്മൾ സെർച്ച് ചെയ്യുക. ഞാൻ ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ജസ്റ്റ് ഗൂഗിളിലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കി, ഈസ് പ്രയർ ഹാൾ അവൈലബിൾ ഇൻ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ അതിൽ വന്ന് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സൗകര്യമുണ്ട്, പിന്നെ ലോഞ്ചിന് തൊട്ടടുത്താന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ വലിയൊരു ഡിസ്പ്ലേ ബോർഡിൽ മൾട്ടി ഫെയ്ത്ത് പ്രയർ ഹാൾ എന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് കയറി അവിടെ നോക്കുമ്പോൾ എല്ലാ സൗകര്യമുണ്ട്. നിസ്കരിക്കാനുള്ള സൗകര്യവും അതുപോലെ വുളു എടുക്കാനുള്ള സൗകര്യവും എല്ലാം, അതുപോലെ ലേഡീസിന് വേണ്ടിയിട്ട് ചെറിയൊരു പാർട്ടീഷൻ ചെയ്തൊരു ഭാഗവും എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നിസ്കരിക്കുന്നതൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കുക. ഇത്തരം സൗകര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് യാത്ര ചെയ്യുമ്പോഴൊക്കെ ജമ്മു കശ്മീരിലൊക്കെ നിസ്കരിച്ച് എന്താ പറയുക, നമ്മളെ യാത്രകൾ നല്ല എൻജോയ്മെൻ്റ് ആക്കി മാറ്റുക. ഇപ്പോൾ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറേ മുന്നേ പോയൊരു യാത്രയുടെയാണ്. അതായത് ആസാമിലേക്ക് ചെറിയൊരു കച്ചവട ആവശ്യത്തിന് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇത്. എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം ഞാൻ ഒഴിവാക്കി. എന്താ പറയുക, ഫോണിൽ തന്നെ കുറേ ദിവസമായിട്ട് ഈ ഒരു വീഡിയോ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു വിവാദം ഇവിടെ ഇങ്ങനെ കത്തിപ്പടരുന്ന കണ്ടിട്ടാണ് ജസ്റ്റ് ഇങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഇനി ഈ ഒരു യാത്രയുടെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു യാത്ര പോയത് എന്താ പറയുക, കുരുമുളക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് കുരുമുളക്, കാപ്പി ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്ര പോയത്. പക്ഷേ നമുക്ക് സക്സസ് ആയില്ലോ എന്ന് ചോദിച്ചാൽ 100% സക്സസ് അല്ല. നമുക്ക് കാപ്പിയൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല. പക്ഷേ കുറച്ച് ക്വാണ്ടിറ്റി കുരുമുളക്, അതുപോലെ നമ്മളെ സിന്നമൺ ഫ്ലവർ ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റി. എന്തായാലും ഫ്ലൈറ്റിൽ വെച്ച് എയർ ഹോസ്റ്റസിൻ്റെ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ അവരൊക്കെ അത് തടഞ്ഞ്. അപ്പോൾ നമ്മൾ ഈ ഒരു യാത്രയിൽ നമുക്ക് മെയിനായിട്ട് മേഘാലയ, ബീഹാർ, ആസാം, കാൺപൂർ ഈ ഒരു ഏരിയയൊക്കെ കവർ ചെയ്തിട്ടാണ് ഞാൻ വന്നത്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ പെട്ടെന്ന് ഒരു വിവാദം കണ്ടപ്പോൾ ഞാൻ ഇതൊരു ഇൻഫോർമേറ്റീവായിട്ട് ചെയ്തതാണ്. അതായത് അറിയാത്ത ആളുകൾക്ക് ഇങ്ങനെ ഒരു സൗകര്യമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമുക്ക് നിസ്കരിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവിടെ അറേഞ്ച്ഡ് ആണ്. അപ്പോൾ നമ്മൾ അറിയാത്തത് കൊണ്ട് വെറുതെ ഒരു വിവാദം ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കേണ്ടത് ഇല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ
നമ്മളെ അടുത്തൊരു യാത്ര വരുന്നുണ്ട്, ഇൻഡോർ യാത്ര. അതിൻ്റെ എല്ലാ വീഡിയോയും നമ്മൾ നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.